പോലീസിനെ കൊണ്ടുവന്നാണ് മകളെ അവിടെ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്നത്. അവിടെ ചെന്നപ്പോൾ മകളെ കുഞ്ഞിനെ ഉപദ്രവിക്കണമെന്നാണ് ഞങ്ങൾ കണ്ടത്. അവന് ഈ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ അവൻ ഭ്രാന്തനാണ്. ഇവൻ്റെ ഉപദ്രവം കൊണ്ട് നിവർത്തിയില്ലാതെ എന്തോ ചെയ്തതാണ്. ഇപ്പം ഇത് അടുത്ത കാലത്ത് അറിയുന്ന ഒരു പെൺകൊച്ചിൻ്റെ പേര് പറയാം. വീട് പോലും ഇല്ലാത്തൊരവസ്ഥയല്ലേ? അതെ. മക്കളുടെ കല്യാണം നടത്തി പെരുവഴിയിലായിപ്പോയ ഒരുപാട് മാതാപിതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ അച്ഛൻ്റെ ജീവിതം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി മകൾ ദീപ്തിയെ അധ്യാപകനായ സിബിക്ക് കെട്ടിച്ചു കൊടുത്തു. വിവരമുള്ളവനല്ലേ, മകളെ പൊന്നുപോലെ നോക്കൂ എന്ന് വിചാരിച്ചു. കാറ് കൊടുത്തു, സ്വർണം കൊടുത്തു, പണം കൊടുത്തു. പക്ഷേ എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി. മകൾ ഭർത്തൃപീഡനം സഹിക്കാൻ വയ്യാതെ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ തൂങ്ങി മരിച്ചു എന്ന് കേട്ടാൽ ഏതച്ഛനാണ് സഹിക്കാൻ പറ്റുക? എല്ലാം പോയി, മകൾ പോയി, സമ്പാദ്യം പോയി, ജീവിതം പോയി. അവസാനം ഈ ഫ്ലെക്സ് ബോർഡ് കെട്ടിയ കുടിലാണ് ഇപ്പോൾ താമസം. അച്ഛൻ മണിയൻ്റെ ഒരു അവസ്ഥയെ. ദീപ്തിക്ക് ഒരു വല്ലാത്തൊരു ദുരന്തമല്ലേ? വലിയ സ്വപ്നമായിട്ടൊരു ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ ഒന്നാം വിദ്യാസമ്പന്നനാണ് ഭർത്താവ്. നല്ല വിദ്യാഭ്യാസമുണ്ട്, കാണാനും വളരെ കുഴപ്പമില്ലാത്തൊരാള്. അപ്പോൾ വേറെ എന്തൊന്നുമില്ല. ഇതിൻ്റെ ഇതിലാണ് നമ്മൾ ഈ കല്യാണം തന്നെ നടത്താനുള്ള തീരുമാനമായത്. നല്ല സ്ത്രീധനം കൊടുത്താൽ കിട്ടിച്ചേ? അതെ. അന്നത്തെ കണക്കിന് ഞങ്ങൾ 40 ഉരുപ്പടി, പിന്നെ അവർക്ക് പ്രസന്റേഷൻ കിട്ടിയത് തന്നെ 15 ഉരുപ്പടിക്കകത്ത് വരും. അതിനുശേഷം അവൻ്റെ സഹോദരി 2 പ്രാവശ്യം 2 ചെറിയ മാല കൊണ്ട് കൊടുത്തു. ഇതും എല്ലാം നശിപ്പിച്ചു. ഇത്രയും വലിയൊരു ജോലിക്കാരനൊക്കെ മോളെ കൊടുക്കുമ്പോഴേ നല്ല ജീവിതം പ്രതീക്ഷിച്ചല്ലേ? അല്ല, നമ്മൾ നല്ല രീതിയിൽ ജീവിക്കും. അവന് പേർഷ്യ പോയില്ലെങ്കിലും ഈ പണി ഇല്ലെങ്കിൽ തന്നെ അവനെ ജീവിപ്പിക്കാന്നുള്ള ഒരു കണക്കിലാണ് നമ്മൾ ഇത് ചെയ്തത്. അന്ന് നമ്മൾ വാക്ക് പറഞ്ഞിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഈ ഉരുപ്പടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവർക്ക് 10 സെന്റ് സ്ഥലം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് 2 ലക്ഷം രൂപ 2.5 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. ഈ 2.5 ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടി കൂടെയാണ് ഈ സ്ഥലം ഞങ്ങൾ കൊണ്ടുവന്ന് പണയം വെച്ചത്. മനസ്സിലായില്ലേ? 40 സെന്റ് 40 പവൻ്റെ ഉരുപ്പടിയും അവർക്ക് കിട്ടിയത് പോയിട്ട് നമ്മൾ കൊടുത്തത് 40 പവൻ്റെ ഉരുപ്പടി കൊടുത്തു. പിന്നെ ഈ കാറിന്റെ വിവരം നമ്മൾ പറഞ്ഞിരുന്നല്ല. കാറും കൊടുത്തു. ആ കാറാണെങ്കിൽ തല്ലിപ്പൊളിച്ചും കിടക്കണം. അതങ്ങനെ കാർ ഈ രൂപത്തിൽ കിടക്കുന്നത്? അത് തന്നെ അന്ന് കൊടുത്തത്. അത് മാത്രമല്ല, അവൻ ഇത് എൻ്റെ പേരിനാണ് എടുത്ത് ഞാൻ കൊടുത്തത്. അവരെ പേര് മാറിയിട്ടില്ലായിരുന്നു. അവൻ ഒരു 1.5 വർഷം 2 വർഷത്തിനകത്ത് ഈ കാറിനെ അവൻ തമിഴ്നാട്ടിൽ കൊണ്ട് പണയം വിട്ടു 1 ലക്ഷം രൂപയ്ക്ക്. ഏറെണ്ടത് അവിടെ നിന്ന് ആ സമയത്ത് തന്നെ 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഒരു വീട്ടിലൊരു വഴക്കും പ്രശ്നമൊക്കെ നടന്നു. ഒരു കോളശ്ശേരി താമസമുണ്ടാകുന്നത്. ആ വഴക്കിലാണ് ഞങ്ങൾ മാറനല്ലൂർ സ്റ്റേഷനിൽ പരാതി കൊടുത്ത് പോലീസിനെ കൊണ്ടുവന്നാണ് മകളെ അവിടെ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്നത്. അവിടെ ചെന്നപ്പോൾ മകളെ കുഞ്ഞിനെ ഉപദ്രവിക്കണമെന്നാണ് ഞങ്ങൾ കണ്ടത്. അന്നേ തരികടേ? ഓ, അപ്പോഴേ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് ഇതിനെ അയക്കില്ല എന്നുള്ള കണ്ടീഷനിൽ തന്നെ നമ്മൾ സ്റ്റേഷനിൽ പെറ്റീഷൻ കൊടുത്തു. അവിടെ നിന്ന് അവർ വന്ന് ഞാൻ പറഞ്ഞു എൻ്റെ കാർ ഇങ്ങനെ പോയിരിക്കുകയാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ഒരു സെറ്റപ്പിൽ നിന്ന് ഇത്രയും പൈസ സ്ത്രീകളെല്ലാം കൊടുത്തു ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വീട് പോലും ഇല്ലല്ലേ? അതെ. അതാണ് ഞങ്ങൾ അന്നത്തോട് ഞങ്ങളങ്ങ് പാപ്പരായി. നമ്മൾ പ്രതീക്ഷിക്കാത്ത കണക്കിലാണെന്ന് ചെയ്തത്. അന്ന് ഈ നാട്ടുകാർക്ക് ഒരുപാട് പേർക്ക് അറിയാം. ഈ മോളെ കല്യാണം കഴിപ്പിച്ചിട്ടാണ് ഇത്രയും പാപ്പരായത്. കാരണം നമ്മൾ വണ്ടി നമ്മളതിൽ അന്ന് പൈസ ഇല്ലായിരുന്നു. ഈ വണ്ടി പണയത്തിനാണ് എടുത്തത്. മാസം അടയ്ക്കാൻ വേണ്ടിയാണ് ഇൻസ്റ്റാൾമെന്റിന്റെ കണക്കിലാണ് എടുത്തത്. അപ്പൊ നമുക്ക് ഈ നമ്മളെ കയ്യിൽ വരുന്ന കാശെല്ലാം ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഇപ്പോഴും അടച്ചോണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ വണ്ടി പണയം വെച്ചിടത്തൊന്നും ബുക്ക് കിട്ടിയിട്ടില്ല. വണ്ടി മാത്രം സ്റ്റേഷനിൽ ഉപദ്രവിക്കുന്ന പുള്ളി. അവന് ഈ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ അവൻ ഭ്രാന്തനാണ്. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഭ്രാന്തനാണ്. ഈ സ്കൂളിൽ അന്ന് അതിനുശേഷം അവന്റെ സഹോദരി ഒക്കെ ശ്രമിച്ചാണ് ഈ മാനേജ്മെന്റ് സ്കൂളിൽ ഈ പണി വാങ്ങിച്ചു കൊടുക്കുന്നത്. പണി വാങ്ങിച്ചു കൊടുക്കുമ്പോൾ 2-3 മാസം അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകും. പണിക്ക് പോകും. 2-3 മാസം പോകും. പോയിട്ട് വരുമ്പോൾ കുറെ കൂട്ടുകാരും ഒക്കെ ഒരുമിച്ച് വന്ന് ഈ പൈസ തീരുന്നേരം മദ്യപിക്കും. മദ്യപിച്ച് ഇവിടെ കിടന്ന സ്കൂളിൽ പിന്നെ പോകില്ല. സ്കൂളിൽ പോകാതെ വരുമ്പോൾ അവർ പിന്നെ അവിടെ നിന്ന് ആ സ്കൂളിൽ നിന്ന് മാറ്റും. അങ്ങനെ ഇത് 7ാമത്തെ 8ാമത്തെ സ്കൂളിലാണ് ഇപ്പം ഈ സ്കൂളിൽ ജോലി ഉണ്ടായിരുന്നു. അല്ല, നിങ്ങളുടെ മകൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ നേരിടുന്നവർ അറിയുന്നുണ്ടായിരുന്നോ? അല്ല, നമ്മളിത് കണ്ടു. നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് തിരിച്ച് അവർ വന്ന് സഹോദരിയും ബാക്കി അവരെല്ലാവരും കൂടിയൊക്കെ വന്ന് ഭയങ്കര കാര്യമായിട്ടൊക്കെ പറഞ്ഞ് ഇനി ഒരു കുഴപ്പവും വരില്ല, നിൻ്റെ ഈ ഉരുപ്പടി എല്ലാം പോയെങ്കിലും നമ്മൾ വാങ്ങിച്ചു തരും, ബസ് വാങ്ങിച്ചു തരും, വീട് വാങ്ങിച്ചു തരും എന്നൊക്കെ പറഞ്ഞ് സഹോദരി പ്രലോഭിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ഈ വീണ്ടും ഒന്നിക്കുന്നത്. പിന്നെ ആയിട്ട് സ്വഭാവം മാറിയില്ലല്ലേ? അതെ. അത് ഇവൻ ഇവിടുന്ന് പോകുമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകും. അത് കഴിയുമ്പോൾ ഈ സ്വർണം നമ്മൾ ഇവിടുന്ന് തള്ള LICയിൽ ജോലി ഉണ്ടായിരുന്നു. തന്തയ്ക്ക് ദേവസ്വം ബോർഡിലെ ഡെയിലി വേജായിരുന്നു. ആറ്റുകൾ
അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്ക് വേറെ പ്രാരാബ്ദമല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ ചെയ്തത്. പക്ഷേ ഈ അവർ കല്യാണത്തിന് കടമുണ്ടായിരുന്നോ എന്തിനാണെന്ന് അറിയാക്കില്ല. ഈ ഉരുപ്പടി കംപ്ലീറ്റ് അവർ ഊരി വെപ്പിച്ചിട്ട് 1ഉം 2ഉം വീതം തള്ളയും എടുക്കും മോനും എടുക്കും. അങ്ങനെ ഈ ഉരുപ്പടി കംപ്ലീറ്റ് മോളുടെ ഒരു 40 പവനും പോയി. ഒന്നുമില്ല, ഇല്ല, ഒരു ഇതുമില്ല. അതിനുശേഷം അവൻ്റെ സഹോദരി 2 ചെറിയ മാല കൊണ്ടു കൊടുക്കും 2 പ്രാവശ്യമായിട്ട് വരുമ്പോഴേ. അതും ഇവൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിനെ എടുക്കും. ചുരുക്കി പറഞ്ഞ മകള് പോയി, മകളുടെ പണവും എല്ലാം പോയി, നിങ്ങൾ പാപ്പരുമായി. അതാണ് ഇന്നത്തെ സ്ഥിതി. പക്ഷേ പിന്നെ നമ്മൾ അതിന് ശേഷം ഇവിടെ വന്ന് ഞങ്ങൾ തീർത്തും വിടുന്നില്ലെന്നും പറഞ്ഞു. ഇത് കഴിഞ്ഞ് വേറെ പിന്നെ കുടിയടക്കും പോലെ വേറെയും 1-2 അടുത്ത് നിന്ന് വാടകയ്ക്ക് താമസിച്ചു. അപ്പോൾ ഈ പിന്നെ താമസിക്കാൻ കാര്യം അവിടെ നിന്ന് ഈ വണ്ടി കേസോടും കൂടി തന്നെ അവിടെ അടിയും വഴക്കുമൊക്കെ ആളുകളൊക്കെ അങ്ങ് അറിഞ്ഞപ്പോൾ ഇനി ആ വീട്ടിൽ പോകണ്ടെന്നുകൊണ്ട് നേരത്തെങ്കിലും ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു. ഇവർ വിളിച്ച് കൊണ്ടുപോയി. വന്ന് ഇവരെല്ലാവരും കൂടി എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറക്കി കൊണ്ടുപോകും. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവനുമായിട്ട് തെറ്റി. അവനിതാണ് സഹോദരി വന്ന് ഒപ്പിച്ച് പറക്കി വിട്ടിട്ട് പോകും. പിന്നെ നുള്ളി പറക്കി കൈയിരിക്കുന്നത്. മകൾക്ക് എന്തായാലും അവിടെ നല്ല പീഡനമായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇത് ചെയ്യില്ല. പിന്നെ ഇവർ പിന്നെ പറയണത് ഇവർ പല കണക്കിലും അവരിപ്പോൾ ജയിക്കാൻ വേണ്ടി പലതൊക്കെ പറയുമായിരിക്കും. പക്ഷേ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇതുമില്ല. ഇവൻ്റെ ഉപദ്രവം കൊണ്ട് നിവൃത്തിയില്ലാതെ എന്തോ ചെയ്തതാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അറിയണ ഒരു പെൺകൊച്ചിൻ്റെ പേര് പറയുന്നത്, അവൾ ഡയറിയിലും കണ്ടു ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷം. അപ്പോൾ അത് എത്രത്തോളം അന്വേഷണത്തിലെ അവർക്ക് നമുക്കറിയാം ബന്ധമുണ്ടെന്നുള്ളത്. നമുക്കതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. അതിൽ ആയിരിക്കും. പക്ഷേ ഇവിടെ വന്ന് ഞാൻ അവസാനം ഇവിടെ നിന്ന് ഞങ്ങൾ ഇപ്പം വന്ന വീട്ടിൽ ഈ കൊറോണ സമയത്താണ് സഹോദരിയെ ഞങ്ങൾ അയക്കില്ല എന്ന് പറഞ്ഞ് തീർത്തും വീട്ടിൽ നിർത്തിയിരുന്നതാണ്. അപ്പം പിന്നെ കൊറോണ സമയത്ത് ഇവിടെ ഒന്ന് വിളിച്ചു വന്നു. അപ്പോൾ ഇവൻ്റെ ഉപദ്രവം നിവർത്തിയില്ലാതെ നമ്മൾ അയക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് കാട്ടാക്കട നമ്മൾ കേസ് കൊടുത്തു. കേസിന് തന്നെ SI ആയിട്ട് നമ്മൾ ഉടക്കി സംസാരിച്ചു. കാരണം സാറിൻ്റെ മകളാണെങ്കിൽ ഞാൻ സമ്മതിക്കുമെന്നൊക്കെ ചോദിച്ചു വിടണമെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ നമ്മൾ വിടാൻ ഒക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ നിന്നെടുത്തുനിന്നാണ് മകൾ വന്ന്. അപ്പോൾ അതിനു മുമ്പ് ഈ സഹോദരി ഇപ്പം ഈ നിങ്ങൾ വീർനാവിൽ പോയ സ്ഥലത്ത് അവിടെ ആ വീടും സ്ഥലവും സഹോദരിയുടെ ഈ ഭർത്താവിൻ്റെയും പേരിനാണ് വാങ്ങിച്ചിരിക്കുന്നത്. അത് ഇവക്ക് വാങ്ങിച്ചു കൊടുക്കാത്തെന്ന് പറഞ്ഞാൽ പിന്നെ അവളെന്നേ പറഞ്ഞിട്ടുണ്ട് വീട് വാങ്ങിച്ചു കൊടുക്കാം, പിന്നെ സ്ഥലം വാങ്ങിച്ചു കൊടുക്കാം, നിനക്ക് സ്വർണ്ണമൊക്കെ തരാം എന്നൊക്കെ സഹോദരിയുടെ. അപ്പോൾ സഹോദരി ഇപ്പം ഇല്ല, അവർ ബന്ധുക്കളല്ലേ, തലയും മക്കളും സഹോദരങ്ങളല്ലേ, അവരിപ്പോൾ ഒരു അന്വേഷണം വിളിക്കണമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ എന്തരാണെന്നൊരു വിവരവുമില്ല. ഇപ്പോൾ ഈ പോലീസ് അന്വേഷണം എന്ന് പറഞ്ഞാൽ പോലീസ് അന്വേഷണത്തിൻ്റെ വിവരം അനുസരിച്ച് നമുക്ക് എന്തായിരുന്നാലും മുമ്പോട്ട് പോകാനോ. കാരണം ഈ രൂപ എന്ന് പറയുന്നത് ഇത്രയായിരം രൂപ കൊടുത്തു, കാറ് കൊടുത്തു. അന്ന് പുതിയ കാറായിരുന്നു. അന്ന് പുതിയ കാർ എടുത്തു കൊടുത്തത്. അയ്യോ, പുതിയ കാർ എടുത്തല്ലേ കൊടുത്തത്. അത് പറഞ്ഞത് നമ്മൾ ഒന്ന് ബൈക്ക് എടുത്ത് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അവസാനം നമ്മളത് കാറിലാക്കി നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഈ പരിവാക്കി ഇപ്പം ഇത് നന്നാക്കി വെച്ചേക്കാണ്. മനസ്സിലായില്ലേ? ഇതിന്റെ ഇഞ്ചിനൊക്കെ മാറ്റിയാണ് അവൻ കൊണ്ടുവന്നത്. പണയം ഇട്ടെടുത്ത് ചോദിച്ചു പഠിച്ചാണ് നിങ്ങൾ ഇഷ്ടം കൊണ്ട് കൊടുത്തതാണോ? എന്തോന്ന് ഈ കാറ് നമ്മൾ എടുത്ത് കൊടുത്തതാണ്. അല്ല, അവൻ ചോദിച്ചല്ല. ഇല്ല, നിങ്ങളുടെ മോളുടെ ഇഷ്ടം കൊണ്ട് കൊടുത്തത്. നമ്മളെ ഇഷ്ടം കൊണ്ട് തന്നെ മോള് കൊടുത്ത. മോള് ഡ്രൈവിങ്ങും പിന്നെ സ്കൂട്ടറിൻ്റെയും കാറിൻ്റെയും ഡ്രൈവിങ് അറിയാമായിരുന്നു. ലൈസൻസ് ഉള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ ബാധ്യത എല്ലാം കൂടെ ആയപ്പോൾ നമ്മളാകെ തൊലഞ്ഞു. നമ്മൾ ഇത് മോളും കൂടെ പോയപ്പോൾ പിന്നെ ആകെ ഒരു നിരാശയിലാണ്. നിങ്ങൾ തന്നെ ഈ ഷീറ്റൊക്കെ മേഞ്ഞ വീട്ടിൽ കിടക്കുന്നത് അല്ലേ? അതെ. അപ്പൊ ഇത് പിന്നെ ഒരു സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാത്തൊരവസ്ഥയല്ലേ? അതെ. അന്ന് ഇവർ 40 പവനൊക്കെ ഇവിടെ നിന്ന് ഒപ്പിച്ച് അന്ന് നമ്മൾ പിന്നെ മോളെ കല്യാണത്തിന് വേണ്ടിയിട്ടൊക്കെ വല്ലതും കടം വാങ്ങിച്ചൊക്കെ സെലക്ട് ചെയ്ത് തന്നെ. അന്ന് വില കുറവായിരുന്നല്ലോ, 22-25 രൂപയ്ക്ക് അകത്തേ ഉള്ളൂ ഒരു പവൻ്റെ വിൽപ്പന. പക്ഷെ ഇന്നാണല്ലോ ഈ വില കൂടിയത്. മാത്രമല്ല അധ്യാപകൻ എന്ന് പറഞ്ഞപ്പോൾ കുറേ ഇത് മാറി നമ്മൾ ചെയ്തു. പ്രതീക്ഷിച്ചു രക്ഷപ്പെട്ടെ എന്നുള്ള ഇതിൽ നമ്മൾ അങ്ങനെ കുറേ പ്രതീക്ഷിച്ചെങ്കിലും ഇത് ഇങ്ങനെ ഒരു വല്ലാത്ത കണക്കിൽ ഞങ്ങളെ കൊണ്ട് എത്തിച്ചു. മോള് നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങിയതില്ലേ? ജീവിക്കാൻ വന്നു. അവള് പിന്നെ ഒരു തെറ്റെന്ന് പറയുന്നത് ഈ ഉരുപ്പടിയൊക്കെ എടുത്ത് അവർ നശിപ്പിച്ചത് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അവളെ പിന്നെ സഹോദരി എല്ലാവരും കൂടി പറഞ്ഞ് പ്രകോപിപ്പിച്ചു. കാരണം നിങ്ങൾക്ക് എന്ത് പേരുന്നാലും നമ്മൾ തിരിച്ച് വാങ്ങിച്ചു തരും എന്നുള്ള കണക്കിൽ അവർ. അപ്പോൾ നിങ്ങൾ വിചാരിച്ച് ഇതിൽ നിന്ന് പോയി അവള് സന്തോഷിക്കട്ടെ വിചാരിച്ചില്ലേ? അവളെങ്കിലും സന്തോഷിക്കട്ടെ വിചാരിച്ചു. അങ്ങനെ അതെ, ജീവിതം അവരെങ്കിലും നടക്കട്ടെ. ഒരു മോളേ ഉള്ളൂ. എൻ്റെ നാട്ടിലെ 2 മക്കളാണ്, 3 മക്കളാണ് ആണുങ്ങൾ. അപ്പം കൊച്ചുമോനിന്റെ അവസ്ഥ എങ്ങനെ? ഇപ്പം അവനെ അപ്പനെയും കാണണ്ടേ അല്ലെ അമ്മയും കാണണ്ടേ? ഇല്ല അപ്പനെ വളരെ നിരാശ കാണും. ചില സമയത്തൊക്കെ മിണ്ടാതൊക്കെ ഇരിക്കും. അപ്പൻ്റെ ഒരു വിവരവും ഇല്ല. കാരണം അവരുമായിട്ട് ചെല്ലല്ലോ. ഇവിടെ ഇപ്പോൾ താമസിക്കാനായിട്ട് പോയത് തന്നെ കൊറോണ സമയത്ത് ഇവിടെ ഒന്ന് വിളിച്ചോണ്ട് പോയതാണ്.
ഇവിടെ നിന്ന് സഹോദരിയാണ് വന്ന് വിളിച്ചോണ്ട് പോയി അവള് പിന്നെ ഈ ക്ഷേത്രത്തിൽ വരും, ആറ്റുകാൽ ക്ഷേത്രത്തിൽ. അപ്പോൾ എവിടെ വന്ന് വിളിച്ചോണ്ട് പോകുമ്പോൾ എവിടെ കൊണ്ട് നടന്ന് എല്ലാവരും കൂടി കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ നടത്തി കുറേ ദിവസം കഴിഞ്ഞ് എവിടെ പോകണോ അതിൻ്റെ തലേ ദിവസമാണ് ഒരു തിരിച്ചുകൊണ്ട് വിടുന്നത്. അങ്ങനെ വിട്ടിട്ട് പിന്നെ നമ്മൾ അയക്കണില്ല എന്ന് പറഞ്ഞ് നിന്നപ്പോഴാണ് വീണ്ടും ഈ സംഭവം പറഞ്ഞത്. മകള് പോയി, സ്വർണ്ണം എല്ലാം കൈവിട്ട് പോയി. ഇനി ഇതൊക്കെ എങ്ങനെ കടം വീട്ടതൊക്കെ? കടം വീട്ടാ ഇനി ഇത് ഇപ്പം ഈ കേസിൻ്റെ വിവരം അനുസരിച്ച് ഇനി അവരെന്തൊരു തീരുമാനിക്കണമെന്ന് അറിയാൻ ഒക്കില്ല. കേസിൻ്റെ തീരുമാനം അനുസരിച്ച് അവരെന്ത് ചെയ്യണമെന്ന് അറിയാൻ ഒക്കില്ല. ഇവർക്കിപ്പം അവനെ ഇപ്പം പിന്നെ ആരെ പറഞ്ഞ പോലെ അവനെ സംരക്ഷിക്കാനുള്ളതെന്നൊക്കെ അവർ പറഞ്ഞാൽ തന്നെയും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അവകളിൽ നിന്ന് വാങ്ങിച്ച ഈ നമ്മൾ കൊടുത്തത് നമുക്ക് തിരിച്ച് കിട്ടിയാൽ മതി അവനെ ഞങ്ങൾക്ക് വളർത്തിയെടുക്കാൻ. അച്ഛനെ കാണണമെന്ന് അമ്മയെ കാണണമെന്ന് വാശി പിടിക്കാറുണ്ടോ? ഇല്ല, അമ്മയ്ക്ക് ബുദ്ധിമുട്ട് കാണും.